ഉപബോധ മനസ്സിന്റെ സമസ്യകളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയുള്ള ഒരു ഓൺലൈൻ കോഴ്സ് പോലെ ഞങ്ങളുടെ ചാനലിൽ മനസ്സിന്റെ രഹസ്യങ്ങൾ എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ചാനലിൽ പുതുതായി വരുന്നവർ ആ പ്ലേലിസ്റ്റിലെ ആദ്യ വീഡിയോ മുതൽ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയകളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മനസ്സിന്റെ റീപ്രോഗ്രാമിംഗ് സഫലമാകണമെങ്കിൽ മനസ്സ് ശുദ്ധീകരിക്കേണ്ടത് അനിവാര്യമാണ്. ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലായി പലതരത്തിലുള്ള ധാരാളം മാലിന്യങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിൽ കയറി പറ്റുന്നുണ്ട്. മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യണമെങ്കിൽ ഇത്തരം മാലിന്യങ്ങളൊക്കെ പരിപൂർണമായി നീക്കം ചെയ്യണം. ഏതൊക്കെയാണ് ആ മാലിന്യങ്ങൾ? ഭയം, ആർത്തി, കോപം, അസൂയ, അവിശ്വസ്തത, പീഡനം തുടങ്ങിയവയാണ് ആ മാലിന്യങ്ങൾ. എല്ലാവരുടെ മനസ്സിനെയും ഇത്തരം മാലിന്യങ്ങൾ അവിശുദ്ധമാക്കുന്നുണ്ട്. നാം ജനിച്ചു കഴിഞ്ഞ് ഏകദേശം 7 വയസ്സാകുന്നതിന് മുമ്പായി കുടുംബത്തിൽ നിന്നും കൂട്ടുകാരുടെ ഇടയിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിക്കുന്ന തെറ്റായ അറിവുകളും വിശ്വാസങ്ങളുമാണ് ഇത്തരം മാലിന്യങ്ങളായി പരിണമിക്കുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. സ്വന്തം കാര്യം നോക്കണം, ഏത് വിധേനയും പണമുണ്ടാക്കണം, സ്വന്തം സുഖം മാത്രം നോക്കി ജീവിക്കണം, എനിക്ക് ലഭിക്കാത്തത് മറ്റാർക്കും ലഭിക്കരുത്, എനിക്ക് കഴിവില്ല എന്നിങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിനെ മലിനമാക്കും. അതുവഴി നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ മുഴുവൻ നാം പുറന്തള്ളേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മുടെ മനസ്സിലെ ഇത്തരം മാലിന്യങ്ങളെ പൂർണ്ണമായും നമുക്ക് പുറന്തള്ളാൻ സാധിക്കുക? അതിനുവേണ്ടി പ്രധാനപ്പെട്ട 5 മാർഗങ്ങൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാപ്പ് കൊടുക്കൽ, കൃതജ്ഞത, നിരുപാധികമായ സ്നേഹം, വിശ്വാസ നവീകരണം, മനോഭാവം മാറ്റൽ എന്നിങ്ങനെയാണ് ആ 5 പ്രധാന നവീകരണ മാർഗങ്ങൾ. ഓരോന്നോരോന്നായി നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ആദ്യത്തേത് മാപ്പ് കൊടുക്കൽ. മാപ്പ് കൊടുക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രതികാരം ചെയ്യാനുള്ള മനോഭാവം ഒഴിവാക്കലാണ് യഥാർത്ഥത്തിൽ മാപ്പ് കൊടുക്കൽ. നമ്മുടെ എതിരാളി ശക്തനാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അയാളോട് പ്രതികാരം ചെയ്യാൻ സാധിച്ചില്ലായിരിക്കാം. അതുകൊണ്ട് നാം മാപ്പ് കൊടുത്തു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ അയാൾ ദുർബലനാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നാം ഒരുപക്ഷെ ആ രീതിയിൽ അയാളെ ഉപദ്രവിക്കാൻ തുനിഞ്ഞേക്കാം. അതോടൊപ്പം തന്നെ അസംതൃപ്തിയുടെയും നിഷേധ ചിന്തകൾ മനസ്സിൽ നിന്ന് ദൂരീകരിക്കേണ്ടതുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ മാപ്പ് കൊടുക്കലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല, ഇത് നമുക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന കാര്യമായാണ് നാം കാണേണ്ടത്. മാപ്പ് കൊടുക്കലിനെ നാം നമുക്ക് സ്വയം നൽകുന്ന ഒരു സമ്മാനമായാണ് നാം കാണേണ്ടത്. സത്യത്തിൽ വേദനയുടെയും കോപത്തിന്റെയും ഭാരത്തിൽ നിന്നുള്ള മുക്തി നേടലാണ് അത്. മാപ്പ് കൊടുക്കലിലൂടെയാണ് യഥാർത്ഥ നന്മ ആരംഭിക്കുന്നത്. മാപ്പ് കൊടുക്കാൻ നാം തീരുമാനിക്കുന്നതോടുകൂടെ ഭാവിയിൽ ജീവിക്കുന്നതിന് പകരം നാം ഇന്നിൽ ജീവിക്കാൻ തുടങ്ങുന്നു. എങ്ങനെയാണ് മാപ്പ് കൊടുക്കേണ്ടത്? നിങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള ആന്തരിക മുറിവിന്റെ ആന്തരിക വേദന അംഗീകരിക്കുക. അതാണ് നാം ആദ്യം ചെയ്യേണ്ടത്. ആ വേദനയിലൂടെ ഉണ്ടായ വികാരങ്ങൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാത്ത വിധം പ്രകടിപ്പിക്കാൻ മാത്രമേ നാം ശ്രമിക്കാവൂ. എന്ന് വെച്ചാൽ മറ്റേയാളുടെ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുക. ഒരുപക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമായിരിക്കാം അയാളെ കൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വാസ്തവത്തിൽ മാപ്പ് കൊടുക്കുന്നതോടുകൂടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ഭാരമെല്ലാം താഴെ ഇറക്കി വെക്കുകയാണ്. നിങ്ങളല്ലാത്ത ഒരു വ്യക്തിയുടെ വാക്കോ പ്രവൃത്തിയോ മനോഭാവമോ നിങ്ങളിൽ സൃഷ്ടിച്ച മുറിവും വേദനയും കോപവും എല്ലാം തന്നെ നിങ്ങൾ പുറത്തേക്ക് കളയുന്നു. അതിനർത്ഥം അത്രയും തന്നെ നെഗറ്റീവ് എനർജിയെ നിങ്ങൾ പുറന്തള്ളുകയാണ് എന്നാണ്. അതോടുകൂടെ നിങ്ങളോട് തെറ്റ് ചെയ്ത ആളിന് നിങ്ങൾ മാപ്പ് കൊടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അതിന്റെ ഗുണം ലഭിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, എന്നാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന ഖുർആൻ വചനം നമുക്കിവിടെ ഓർമ്മിക്കാം. രണ്ടാമത്തെ കാര്യം കൃതജ്ഞതയാണ്, അഥവാ നന്ദി. ഏതെങ്കിലും ഒരാളിൽ നിന്ന് ലഭിച്ചതോ ലഭിക്കുന്നതോ ലഭിക്കാനിരിക്കുന്നതോ ആയ സമ്മാനങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും നല്ല നല്ല അനുഭവങ്ങൾക്കും വേണ്ടി നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു തരം വികാരമാണ് ഈ കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി എന്ന് പറയുന്നത്. നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നന്ദിയുള്ളവരായിരിക്കണം. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. എത്ര ചെറുതാണെങ്കിൽ കൂടെ അത് നമുക്ക് ലഭിച്ചുവല്ലോ എന്ന കാര്യത്തിലാണ് നമുക്ക് കൃതജ്ഞത വേണ്ടത്. ഹിന്ദു, ക്രിസ്തു, ഇസ്ലാം, യഹൂദ, ബുദ്ധ, സിഖ് മതങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഈ കൃതജ്ഞത തന്നെയാണ്. നിങ്ങൾ നന്ദിയുള്ളവനാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അധികം നൽകുമെന്നും മറിച്ച് നന്ദിയില്ലെങ്കിലോ എന്റെ ശിക്ഷ അതികഠിനവുമായിരിക്കുമെന്നും ഖുർആനിലുണ്ട്.
ദാരിദ്ര്യവും കടവും അനുഭവിക്കുന്ന അനേകം ആളുകളുടെ ഇടയിൽ നടത്തിയ ഒരു പഠനത്തിൽ നിന്നും അവരിൽ നല്ലൊരു ശതമാനവും നന്ദി പ്രകടിപ്പിക്കാൻ വിമുഖരാണെന്ന് കണ്ടെത്തുകയുണ്ടായി. നേരെ മറിച്ച് സ്ഥാനമാനങ്ങളിലും സമ്പത്തിലും ഐശ്വര്യത്തിലുമായി ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ നടത്തിയ പഠനത്തിലാകട്ടെ അവരിൽ എല്ലായ്പ്പോഴും നന്ദി നിറഞ്ഞു നിൽക്കുന്നതായും വെളിവായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടി കൃതജ്ഞതാഭരിതമായ മനസ്സുണ്ടാകുന്നതോടുകൂടെ ദുഃഖത്തിനോ നിരാശയ്ക്കോ കോപത്തിനോ നമ്മുടെ മനസ്സിൽ സ്ഥാനം ലഭിക്കാതെ പോകുന്നു. അതായത് അത്രയും നെഗറ്റീവ് എനർജിയെ നമുക്ക് ആകർഷണം ചെയ്യേണ്ടതില്ല എന്നർത്ഥം. ഇത്തരമൊരു കൃതജ്ഞതാ മനോഭാവം നാം ശക്തിപ്പെടുത്തുന്നതോടുകൂടെ നമ്മുടെ മസ്തിഷ്കത്തിൽ പറയത്തക്ക വിധമുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മുടെ മസ്തിഷ്കത്തിനകത്ത് റെട്രിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നൊരു സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് എന്തിനോടാണോ അനുഭാവം കൂടുതലുള്ളത് അത്തരം കാര്യങ്ങൾ മാത്രം നമ്മുടെ തലച്ചോറ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് റെട്രിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റം തലച്ചോറിലുള്ളത് കൊണ്ട് നമ്മൾ കൃതജ്ഞതാ മനോഭാവം നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി കാണിക്കുകയാണെങ്കിൽ നല്ല നല്ല അനുഭവങ്ങൾക്ക് വേണ്ടി മനസ്സിനെ സജ്ജമാക്കുന്നു. ഇതിലൂടെ മനസ്സിൽ കൂടുതൽ കൃതജ്ഞതയുള്ളവർ സന്തുഷ്ടരും ശുഭാപ്തി വിശ്വാസമുള്ളവരുമായിരിക്കും. അവർ കൂടുതലും ഉത്സാഹഭരിതരായിരിക്കും. ഒരു പഠനത്തിൽ 28 ദിവസം തുടർച്ചയായി മനസ്സ് കൃതജ്ഞതയാൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസം ഗണ്യമായി ഉയർത്തുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കൃതജ്ഞതയെ പരിശീലിക്കുന്നത്? ഇതിനും കുറച്ച് വഴികളുണ്ട്. ആദ്യത്തേത് ഡയറി എഴുത്തു പോലെ എന്തെങ്കിലും ഒന്ന് ശീലമാക്കുക എന്നതാണ്. എല്ലാ ദിവസവും വൈകിട്ടോ മറ്റോ നിങ്ങൾക്ക് അതാത് ദിവസം ലഭിച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളുടെ പേരിൽ കൃതജ്ഞത എഴുതാൻ തുടങ്ങുക. തുടക്കത്തിലൊക്കെ ഏതെങ്കിലും 4-5 കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ക്രമേണ കൂടുതൽ കാര്യങ്ങളുടെ പേരിൽ കൃതജ്ഞത തോന്നാൻ തുടങ്ങുകയും ഓരോന്നിനും പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്യും. അടുത്ത കാര്യം പ്രാർത്ഥനയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന നന്ദിയാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക പ്രപഞ്ച ശക്തിയോട്. മുത്ത്, കല്ല്, ചോക്ക് കഷ്ണം, ക്ലിപ്പ്, ഗോലി, മോതിരം തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുക. അതിനെ സ്പർശിക്കുമ്പോഴൊക്കെ മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിനു വേണ്ടിയാണ് അങ്ങനെ കൊണ്ടു നടക്കേണ്ടത്. ഇനി പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അന്നുണ്ടാകാൻ പോകുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുൻകൂറായി തന്നെ നന്ദി പറയാൻ ശ്രമിക്കുക. ഇങ്ങനെ ജീവിതത്തിന്റെ തുടക്കത്തിന്റെ സമയത്ത് തന്നെ നാം കൃതജ്ഞത പ്രകടിപ്പിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് കാണാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. അടുത്ത കാര്യം ഈയിടെയായി നാം എല്ലാവരും തന്നെ മറന്നുപോയ ഒരു കാര്യമാണ്. ജീവിത പങ്കാളി ആയിക്കൊള്ളട്ടെ, നമ്മുടെ കുട്ടികളായിക്കൊള്ളട്ടെ, നമ്മുടെ സഹോദരന്മാരോ സഹപ്രവർത്തകരോ ആരുമായിക്കൊള്ളട്ടെ, അഭിനന്ദിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരെ അഭിനന്ദിക്കുക. അത് ആത്മാർത്ഥമായി നന്ദി പറയുന്നതിന് തുല്യം തന്നെയാണ്. നിങ്ങൾ എത്രത്തോളം ഒരാളെ അഭിനന്ദിക്കുന്നുവോ അത്രത്തോളം അയാൾക്ക് നിങ്ങളോടുള്ള സ്നേഹവും വർദ്ധിക്കും. സ്നേഹം ഒരു പോസിറ്റീവ് വികാരമായതുകൊണ്ട് തന്നെ അവരുടെ ഉപബോധ മനസ്സിൽ നിന്നുണ്ടാകുന്ന വൈബ്രേഷനുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ആഹാരവും വെള്ളവും വായുമെല്ലാം നൽകുന്ന ഭൂമിക്ക് എപ്പോഴും നന്ദി പറയുക. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന ഊർജ്ജ സ്രോതസ്സായ സൂര്യനും നന്ദി പറയുക. നിങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോട് സദാ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സുകൊണ്ടെങ്കിലും. ജ്ഞാനത്തിന്റെ അമൃതഫലം നൽകി നിങ്ങളുടെ അകക്കണ്ണ് തുറന്ന ഗുരുനാഥനോടും നന്ദി പറയുക. അങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് സന്തോഷങ്ങളുടെ വില മനസ്സിലാക്കി തന്ന ദുഃഖാനുഭവങ്ങൾക്ക് പോലും നന്ദി പറയാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന എല്ലാത്തിനും നാം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അതോടെ നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇനി മനസ്സ് ശുദ്ധീകരിക്കാനുള്ള മൂന്നാമത്തെ ഉപാധി നിരുപാധികമായ സ്നേഹമാണ്. സ്നേഹിക്കപ്പെടുന്നവന്റെ യോഗ്യതയോ പ്രവൃത്തിയോ ഒന്നും പരിഗണിക്കാതെ, ഉപാധികളില്ലാതെ, സ്നേഹം തിരിച്ചു ലഭിക്കുമെന്ന മുൻവിധിയില്ലാതെ പ്രകടിപ്പിക്കുന്ന ഒന്നാണ് നിരുപാധിക സ്നേഹം. അത് തികച്ചും സ്വതന്ത്രമായ സ്നേഹമാണ്. ഒരാളെ നാം ഇത്തരത്തിൽ സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹം തിരസ്കരിക്കപ്പെടുമോ എന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകില്ല. സ്നേഹിക്കാൻ നിങ്ങൾക്ക് ഭയം തോന്നുകയില്ല. ഇങ്ങനെ ഉപാധികളില്ലാതെ നിങ്ങൾ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തികച്ചും സ്വതന്ത്രമായി പിന്തുടരാൻ തുടങ്ങുന്നു എന്നാണ്. നിങ്ങൾ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നാം നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ ഉപാധികൾ വെക്കുന്ന സമയത്താണ് ഫലം പ്രസക്തമാകുന്നത്. തിരികെ ഒന്നും ലഭിക്കില്ല എന്ന് ഉറച്ച ബോധ്യമുള്ള സമയത്ത് പോലും മറ്റൊരാളെ സ്നേഹിക്കാൻ പഠിക്കുക. ഇതാണ് നിരുപാധികമായ സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മെ ഏറ്റവും അധികം സഹായിക്കുന്നത്. ഒന്നും ലഭിക്കില്ല എന്ന് ഉറച്ച ബോധ്യമുള്ള സമയത്ത് പോലും മറ്റൊരാളെ സ്നേഹിക്കാൻ പഠിക്കുക. അത് മനുഷ്യനായിക്കൊള്ളട്ടെ, മറ്റേതെങ്കിലും ജീവികളായിക്കൊള്ളട്ടെ. നിങ്ങൾ സ്നേഹിക്കുന്ന വിവരം മറ്റുള്ളവർ അറിയണമെന്ന് പോലുമില്ല.
അപരിചിതർക്ക് വേണ്ടിയും അകലെയുള്ള ബന്ധുക്കൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാം. അവസരം കിട്ടുമ്പോഴൊക്കെ മറ്റുള്ളവർക്ക് സമ്മാനമോ അഭിനന്ദനമോ ഏറ്റവും ചുരുങ്ങിയതൊരു പുഞ്ചിരിയെങ്കിലും വാരിക്കോരി കൊടുക്കുക. വഴിയിൽ കാണുന്ന അപരിചിതന് പോലും ഒരു പുഞ്ചിരി നൽകുന്നത് നല്ല കാര്യമാണ്. അത് അയാളെ നിരുപാധികമായി സ്നേഹിക്കുന്നതിന് തുല്യം തന്നെയാണ്. അതുപോലെ ഏത് ജോലിയിലും സ്നേഹത്തിന്റെ ഒരു കണികയെങ്കിലും ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. മനസ്സ് ശുദ്ധിയാക്കാനുള്ള നാലാമത്തെ കാര്യം നമ്മുടെ വിശ്വാസങ്ങളെ നവീകരിക്കുകയാണ്. നാം ഒരുപാട് വട്ടം മുമ്പത്തെ വീഡിയോകളിലെല്ലാം പറഞ്ഞു, വിശ്വാസമാണ്, അടിയുറച്ച വിശ്വാസമാണ് നമ്മുടെ മനഃശക്തിയുടെ കാതലെന്ന്. നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ സഫലമാകുമെന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അത് സാധ്യമാവുക തന്നെ ചെയ്യും. ഒരു വസ്തുവിനോടോ വസ്തുതയോടോ ഉള്ള പ്രതിബദ്ധതയാണ് വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആ വസ്തുവിനോടും വസ്തുതയോടുമുള്ള മനോഭാവം കൂടി അത് പ്രദർശിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. വിശ്വാസമുള്ള കാര്യത്തിന് വേണ്ടി മാത്രമേ നിങ്ങൾക്ക് നിലകൊള്ളാനാവൂ. പല സന്ദർഭങ്ങളിലായി പല രീതിയിൽ കിട്ടിയിട്ടുള്ള അറിവ് നമ്മുടെ മനസ്സിലെത്തുന്നതോടുകൂടെ ഓരോ വസ്തുക്കളെ കുറിച്ചുമുള്ള നിശ്ചിതമായ ധാരണ രൂപപ്പെടുത്താൻ നമ്മെ അത് സഹായിക്കും. വേണമെങ്കിൽ അനുഭവങ്ങളുടെ ഒരു അരിപ്പയാണ് വിശ്വാസം എന്ന് പറയാം. ആ അരിപ്പയിലൂടെ കടന്നെത്തുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസമായി രൂപം കൊള്ളുന്നു. മുൻപ് കേട്ടറിഞ്ഞതോ മറ്റോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മുൻവിധി വെച്ചിട്ടാണ് നാം ഓരോ അനുഭവത്തെയും സ്വീകരിക്കുന്നത്. മനഃശക്തി നിങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങണമെങ്കിൽ ഇത്തരം യുക്തിചിന്തയും മുൻവിധികളും മാറ്റി നിർത്തണം. അതായത് തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഫലം ലഭിക്കാൻ സാധ്യതയേയില്ല. വിശ്വാസങ്ങൾ പൊതുവായി രണ്ട് തരത്തിലാണുള്ളത്: നെഗറ്റീവ് വിശ്വാസങ്ങളും പോസിറ്റീവ് വിശ്വാസങ്ങളും. ലോകത്തിലെ തിന്മകൾ മാത്രം കാണാൻ പ്രേരിപ്പിക്കുന്നവയാണ് നെഗറ്റീവ് വിശ്വാസങ്ങൾ. ജോലി കിട്ടണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം എന്ന് പറയുന്നതൊക്കെ ഒരു നെഗറ്റീവ് വിശ്വാസമായി നമുക്ക് കണക്കാക്കാം. ഇത്തരത്തിലുള്ള നെഗറ്റീവ് വിശ്വാസങ്ങളെ തികച്ചും ഒരു പോസിറ്റീവ് വിശ്വാസമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ഒരാളുടെ മനസ്സിൽ, ഒരാളുടെ ഉപബോധ മനസ്സിൽ നെഗറ്റീവ് വിശ്വാസങ്ങൾ ശക്തിപ്പെടുത്തുന്നതോടുകൂടെ അയാളുടെ ആത്മബോധവും അതിനോട് ബന്ധപ്പെട്ട വിവിധ കഴിവുകളും കുറയാൻ തുടങ്ങുകയാണ്. ഞാനൊരു കഴിവില്ലാത്ത ആളാണ്, എന്നെ സ്നേഹിക്കാൻ കൊള്ളില്ല, ഞാനൊരു ചീത്ത വ്യക്തിയാണ് തുടങ്ങിയ വിശ്വാസങ്ങൾ മനസ്സിൽ വല്ലാതെ വർദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായുള്ള കഴിവുകൾ പോലും കുറഞ്ഞു വരാൻ തുടങ്ങും. അതിനു പകരം എനിക്ക് നല്ല കഴിവുണ്ട്, ഞാനൊരു നല്ല വ്യക്തിയാണ് എന്നിങ്ങനെയുള്ള വിശ്വാസം മനസ്സിൽ ഉറക്കുകയാണെങ്കിലോ അത് നിങ്ങളെ കൂടുതൽ കർമ്മനിരതനാക്കും. കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ആഗ്രഹത്തോടു കൂടെയും കൂടുതൽ ഇഷ്ടത്തോടു കൂടെയും ചെയ്യാൻ നിങ്ങളെ അത് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. കൂടുതൽ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നതോടെ നിങ്ങൾ വിജയത്തിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിൽ പോസിറ്റീവ് വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കാനായി എനിക്ക് നല്ല കഴിവുകളുണ്ട്, ഞാനൊരു നല്ല വ്യക്തിയാണ്, തീർച്ചയായും ഞാൻ വിജയിക്കും എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ധാരാളമായി നാം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിലേക്ക് ഇറങ്ങി ചെല്ലും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ സഫലീകരിക്കുമെന്നും ജീവിത വിജയം കൈവരിക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസം അതിലൂടെ കൂടെ നമുക്ക് ഉണ്ടായിത്തീരുന്നതാണ്. ഏതായാലും അടുത്ത കാര്യം മനോഭാവത്തെ മാറ്റുക എന്നതാണ്. എന്താണ് മനോഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏത് കാര്യത്തെയും വിമർശനാത്മകമായ അപഗ്രഥനത്തിന് ശേഷമാണ് മനുഷ്യർ വിലയിരുത്തുന്നത് എന്ന് പഠനങ്ങളിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചോ വസ്തുതയെക്കുറിച്ചോ സംഭവത്തെക്കുറിച്ചോ മറ്റോ വിമർശനാത്മകമായി അപഗ്രഥിച്ചതിന് ശേഷം സ്വയം രൂപപ്പെടുന്ന വിശ്വാസമാണ് മനോഭാവമായി പരിണമിക്കുന്നത്. രോഗാതുരനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരാളിന് ആശുപത്രിയിലെ അനുഭവങ്ങൾ ഇഷ്ടപ്പെടാതെ വരികയാണെങ്കിൽ ആ ആശുപത്രിയോട് ഒരുതരം നെഗറ്റീവായിട്ടുള്ള മനോഭാവം രൂപപ്പെടും. അങ്ങനെ തുടരെ അയാൾക്ക് നിഷേധാത്മകമായ കാഴ്ചകളും അനുഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ജീവിതത്തോട് തന്നെ നിഷേധാത്മക മനോഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മനോഭാവം സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ കാണാനും അനുഭവങ്ങൾ ഉണ്ടാകാനും ബോധപൂർവം തന്നെ നാം ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് നല്ലതല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും എന്താണ് നല്ലതുള്ളത് എന്ന് തീർച്ചയായും ചൂഴ്ന്ന് അന്വേഷിക്കണം എന്ന് സാരം. അതുകൊണ്ടാണ് പോസിറ്റീവ് മനോഭാവം ആർക്കും സൃഷ്ടിക്കാവുന്ന ഒന്നാണെന്ന് പറയുന്നത്. സന്തോഷം, നന്ദി, വിശ്വാസം, പ്രതീക്ഷ, കാരുണ്യം, ശുഭാപ്തി വിശ്വാസം, സ്നേഹം, മാപ്പ് കൊടുക്കൽ, ഉത്സാഹം, ധൈര്യം മുതലായവയൊക്കെ പോസിറ്റീവ് മനോഭാവമാണ്. എങ്ങനെയാണ് ഇത്തരം പോസിറ്റീവ് മനോഭാവങ്ങളെ വളർത്തുന്നത്? പോസിറ്റീവ് മനോഭാവമുള്ളവരും ജീവിതത്തിൽ വിജയമുണ്ടാക്കിയവരുമായി സമ്പർക്കം പുലർത്തുകയാണ് അതിന്റെ ആദ്യത്തെ പടി. നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയും ചീത്ത കാര്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നവരിൽ നിന്നും പലായനം ചെയ്യാൻ ശ്രമിക്കുക. അവരെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക. മനസ്സിന് പ്രചോദനം നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുകയും അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഉപബോധ മനസ്സ് നിങ്ങളുമായി സദാ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പലതും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയോ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോവുകയോ ആണ്.
അതുകൊണ്ട് തന്നെ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുമായിരുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾ അറിയാതെ പോയിട്ടുണ്ടാകാം. അതിനാൽ ഉപബോധ മനസ്സിന്റെ ആശയവിനിമയ മാർഗങ്ങളെ കുറിച്ചാണ് നമ്മുടെ അടുത്ത വീഡിയോ. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറിച്ചുള്ളവർ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.